ദിസ് ഈസ് ബ്രോങ്കോ എയർലൈൻസ്. അങ്ങനെ എയർ ബാലൻസ് ചെയ്ത് നമ്മളിങ്ങനെ ഇറക്കി. ഓ മൈ ഗാഡ്. അതുപോലെ മിസ്റ്റർ ചെയ്തില്ലായിരുന്നു അവര്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ ഫാമിലി ഹൗസിലോട്ട് അവർ 11:30 വരാം എന്ന് പറഞ്ഞു. അതും തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. അതും ഇന്ന് തന്നെ. അതെന്താ അവന്റെ ഗ്രൈൻഡിങ് സെറ്റ് ആയോ? ഡേറ്റ് സെറ്റ് ആയോ? കേൾക്കണോ? ഇപ്പം പിങ്ങും സ്റ്റേബിളായി 900 എല്ലാം സെറ്റായി. 6 ഉദ്ഘാടനം മാറ്റി ഡീലർഷിപ്പ് അല്ല പലിക്കാക്കാൻ പറഞ്ഞാല്. ഡീലർഷിപ്പ് അല്ല പ്രശ്നം, ആൾക്കാര് കൂടെ തന്നെ. അത് മനസ്സിലാവാനേ നേരെ ഒന്ന് മുതുക്കിൽ എവിടെയും പോയാലും അറിയാം അവിടെ ഉണ്ടോന്നുള്ളത്. എന്താ പറ്റിയെന്ന് അറിയില്ല, അടിച്ചു പോയെന്ന് തോന്നുന്നു. നമ്മൾ ഈ സൈഡ് തന്നെയല്ലേ പോണ്ട്? ഓ 5 എന്റെ 3 കുഴപ്പമില്ല, നമ്മുടെ സെറ്റ്. ഇനി ഒന്നും അറിയില്ലടാ. കുറച്ച് പേര് കത്തിപ്പോയടാ, കുറെ പേര് കത്തിപ്പോയതാ മറ്റേ PL അടിച്ചിട്ടേ. ഇപ്പൊ 2 ഇനിയിപ്പോ അങ്ങോട്ട് കയറുന്തോറും കൂടുമല്ലേ? മുതുക്ക് പോയേക്കണോ അതോ മറ്റെടുത്ത് പോവാ? പോയി നോക്കാം, അവരത് സെറ്റ് ആക്കുമ്പോഴത്തേക്ക് നോക്കുവാണെങ്കിൽ പോയി നോക്കിച്ചു അറിയാലോ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലേന്നുള്ളത്. ഇപ്പൊ സ്പോർട്സ് ബിൽഡിംഗ് ചാടി കഴിഞ്ഞാൽ മുത്തെത്തുമെന്ന് തോന്നുന്നു. അതെ അവര് വിളിക്കുന്നു. ഹലോ നീൽ. ഹെലിപൊട്ടിലുണ്ടായോ? ലിയോ പ്രിൻസ് എന്നാണോ പേര്? അത് അതിന്റെ മൂക്കിലിട്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു അത് പൊട്ടുവന്ന്, അതുകൊണ്ട് അത് എടുത്തോളാ പറഞ്ഞു. ഓക്കെ, മാസ് കാണിച്ചല്ലേ? ആരോടും പറയല്ലേ ഓറ പോകുന്നോ? ആ ചാരം വാരി ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നു അങ്ങോട്ട് വരാൻ. എന്തോ മാസം പറഞ്ഞ് ഹെലിയുടെ പാങ്ക് ഇറക്കി അവിടെ പൊട്ടിത്തെറിഞ്ഞു. പറയല്ലേ ഓറ പോകുന്നു.